പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈശോനാഥ, ഞങ്ങൾക്കിന്നൊരു ദിവസം തന്ന് അനുഗ്രഹിക്കുകയും പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ എല്ലാവരെയും പലയിടങ്ങളിലായി അവിടുന്ന് സംരക്ഷിച്ചിരിക്കുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ തരികയും ആപത്തനർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും യാത്രകളിൽ സഹയാത്രികനായി കൂടെയിരിക്കുകയും ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവേ, ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്നു. ഞങ്ങൾക്ക് നല്ല നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. ഉറക്കത്തിൽ ഒരു ദുർസ്വപ്നങ്ങൾ കടന്നുകൂടുവാൻ ഇടവരാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ. ഒരു അന്ധകാര ശക്തികളോ ഒരു പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ളവരെയോ ദൈവമക്കളെ ആരെയും തന്നെ തൊടുവാൻ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കാത്തുകൊള്ളണം. ഒരു കള്ളന്മാരോ അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ അപ്പാ. കർത്താവായ യേശുനാഥ, പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാവങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുജലത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളിൽ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഞങ്ങൾക്കായി ഒരു ദിനമൊരുക്കുന്നെങ്കിൽ കർത്താവെ, അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി ഞങ്ങൾ ദൈവകൃപയിൽ വസിക്കുന്ന മക്കളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലും തുണയുമായിരിക്കണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നും 17-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. അവളെ പരിത്യക്തയും നഗ്നതയുമാക്കും. അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിന് ഏക മനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അതിശക്തമുള്ള മഹാനഗരമാണ്. 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൻ്റെ വചനം. ദൈവത്തിന് നന്ദി.